ഒരു ദിവസം $1 ബില്യൺ, അതായത് ഏകദേശം 8400 കോടി രൂപ. ഈ പണം നമ്മുടെ കൈകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് എന്തെല്ലാം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാമായിരുന്നു, അല്ലെ? എന്നാൽ ഇന്ന് അമേരിക്ക ഈ ഭീമമായിട്ടുള്ള തുക ഓരോ ദിവസവും ചെലവാക്കുന്നത് ഇറാനിലെ യുദ്ധമുഖത്താണ്. അമേരിക്കയുടെ ആയുധപുരകൾ കാലിയാക്കുന്ന, ലോകത്തെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ 38 ദിവസമായി തുടരുന്ന അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ അമേരിക്കയ്ക്ക് ചെലവായത് 28 മുതൽ $35 ബില്യൺ വരെയാണെന്നാണ് സ്വതന്ത്ര ഏജൻസികളുടെ റിപ്പോർട്ട്. അതായത് പ്രതിദിനം ഏകദേശം $1 ബില്യൺ. യുദ്ധത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ മാത്രം $5.6 ബില്യൺ ആയുധങ്ങളാണ് അമേരിക്ക പ്രയോഗിച്ചത്. ഇതുവരെ 13,000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലാണ് പെന്റഗൺ ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ ഏറ്റവും വിലപിടിപ്പുള്ള മിസൈലുകൾ അതിവേഗമാണ് ഈ യുദ്ധത്തിൽ തീർന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനോടകം 1100 JASSM ക്രൂയിസ് മിസൈലുകളും 1000-ലധികം ടൊമഹോക്ക് മിസൈലുകളും അമേരിക്ക വിക്ഷേപിച്ചു കഴിഞ്ഞു. ശത്രുക്കളുടെ മിസൈലുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന 1200 പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളും അമേരിക്ക ഉപയോഗിച്ചു കഴിഞ്ഞു. ഇവയുടെ എല്ലാം സ്റ്റോക്കുകൾ ഇപ്പോൾ അപകടകരമായ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ഈ ആയുധ കമ്മി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായിട്ടുള്ള പെന്റഗണിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചൈനയെയും റഷ്യയും പോലുള്ള വൻ ശക്തികളെ നേരിടാൻ മാറ്റിവെച്ചിരുന്ന ആയുധങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. ഇത് യൂറോപ്പിലും ഏഷ്യയിലുമുള്ള അമേരിക്കയുടെ സൈനിക തയ്യാറെടുപ്പുകളെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പോലും വ്യക്തമാക്കുന്നുണ്ട്. വില കൂടിയ ഇത്തരം ആയുധങ്ങൾക്ക് പകരം ഡ്രോണുകൾ പോലെയുള്ള ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ വേഗത്തിൽ നിർമ്മിച്ചെടുക്കാൻ പ്രതിരോധ വ്യവസായങ്ങൾക്ക് കഴിയുമോ എന്നതാണ് അമേരിക്ക നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി. യുദ്ധത്തിന്റെ പ്രത്യാഘാതം അമേരിക്കയിലോ ഇറാനിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ആഗോള വിതരണ ശൃംഖലയും ഊർജ്ജ വിപണിയും ഒക്കെ തന്നെ ഇത് സാരമായി ബാധിച്ചു കഴിഞ്ഞു. ഇതിനകം എണ്ണവില കുതിച്ചുയരുകയും ഇന്ധനക്ഷാമം കാരണം ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികൾ സർവീസ് റദ്ദാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ മുടങ്ങിക്കിടക്കുന്ന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. കോടിക്കണക്കിന് ഡോളറുകൾ ആയുധങ്ങളായി കത്തിത്തീരുമ്പോഴും ഈ യുദ്ധം അവശേഷിപ്പിക്കുന്നത് ഒരിക്കലും നികത്താനാവാത്ത വലിയൊരു മാനുഷിക ദുരന്തമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ 3375 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ലെബനനിൽ ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ 2509 പേരും ഇസ്രയേലിൽ 23 പേരും കൊല്ലപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിൽ 10-ലധികം പേർക്കും 13 അമേരിക്കൻ സൈനികർക്കും 15 ഇസ്രയേൽ സൈനികർക്കും 6 UN സമാധാന സേനാംഗങ്ങൾക്കും ഈ യുദ്ധത്തിൽ ജീവൻ നഷ്ടമായി. ഒരു ദിവസത്തെ യുദ്ധത്തിന് അമേരിക്ക ഒഴുക്കുന്ന ഈ 8000 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പട്ടിണിയും ദുരിതവും ഒക്കെ മാറ്റാമായിരുന്നു. എന്നാൽ പകരം അത് അവശേഷിപ്പിക്കുന്നത് കണക്കുകൾക്കപ്പുറമുള്ള കണ്ണുനീരും തകർന്നടിഞ്ഞ നഗരങ്ങളും മാത്രമാണ്. വാണിജ്യവും വിഭവങ്ങളും എരിഞ്ഞടങ്ങുന്ന ഈ യുദ്ധം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.